എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നാമരാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ അവസാനത്തെ നാമശ്ലോകങ്ങൾ ചൊല്ലാം. രത്നലസത്പീഠാസ്ഥിതരാമ പട്ടാഭിഷേകാലങ്കൃതരാമ പാർത്ഥിവകുലസമ്മാനിതരാമ വിഭീഷണാർപ്പിതരംഗകരാമ കീശകുലാനുഗ്രഹകരരാമ സകലജീവസംരക്ഷകരാമ സമസ്തലോകാധാരകരാമ. കുംഭകർണൻ ധീരാത്മാവായിരുന്നിട്ടും സഹോദരൻ്റെ ധർമ്മവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കേണ്ടി വന്ന കാരണം ഈശ്വരവിശ്വാസിയായിട്ടും ഈശ്വരനോട് പൊരുതേണ്ടി വന്നു. അവസാനം ശ്രീരാമസായകമേറ്റ് മരിച്ചു വീഴുകയാണ്. കുംഭകർണൻ്റെ മരണത്തോടെ രാവണന് വല്ലാതെ ബലക്ഷയം തോന്നിയിട്ടുണ്ടാവണം. പക്ഷേ അച്ഛനെ ബലപ്പെടുത്താനായി മകൻ ഇന്ദ്രജിത്ത് വൻ സന്നാഹത്തോടുകൂടെ വരികയാണ്. വന്ന് എല്ലാവരെയും ബ്രഹ്മാസ്ത്രം കൊണ്ട് വാനര സൈന്യത്തിന് നല്ല നാശനഷ്ടങ്ങളുണ്ടാക്കി. എല്ലാവരും ബോധം കെട്ട് വീണ് ബ്രഹ്മാസ്ത്രത്തിൻ്റെ ദുഷ്ഫലം അവരിൽ നിന്ന് മാറി ബോധം തെളിഞ്ഞ് വന്നപ്പോഴും ജാമ്പവാൻ ആദ്യം ചോദിച്ചത് ഹനുമാൻ ജീവനോടെ ഇല്ലേ എന്നാണ് ചോദിച്ചത്. ഹനുമാൻ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടോളും എന്ന വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ രാമനും ലക്ഷ്മണനും അല്ലാതെ മറ്റു കഥാപാത്രങ്ങളും അവരവരുടേതായ ഒരു റോള് രാമായണത്തിൽ അവരവരുടേതായ വളരെ ഒരു മഹത് വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു മഹത് സാന്നിധ്യം രാമായണത്തിൽ നമുക്കുടനീളം കാണാം. ഇനി ഇന്ദ്രജിത്തും ലക്ഷ്മണനും ഇന്ദ്രജിത്തിൻ്റെ അന്ത്യം ലക്ഷ്മണൻ്റെ കൈ കൊണ്ടാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള വാക്തർക്കത്തിലായിരുന്നു. തുടർന്ന് കേൾക്കാം. ഇന്ദ്രജിത്തും ലക്ഷ്മണനും വാക്സമരത്തിലായിരുന്നു. ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ മനുഷ്യാധമ എന്നെ മരണം എൻ്റെ കൈ കൊണ്ടാണ് എന്ന് പറഞ്ഞ് പോരിന് വിളിക്കുകയാണ്. ലക്ഷ്മണനും വിട്ടില്ല. നീ ഒളിവിൽ നിന്നാണല്ലോ യുദ്ധം ചെയ്യുന്നത്, ആത്മപ്രശംസയല്ല വേണ്ടത്, യുദ്ധമാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞ് ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കുകയാണ്. ആ വാക്സമരത്തെ തുടർന്ന് ശ്രീരാമ സഹോദരനും രാവണപുത്രനും തമ്മിൽ ചാപബാണങ്ങൾ ഉപയോഗിച്ചുള്ള സമരം ആരംഭിച്ചു. ഒരുവൻ പ്രയോഗിക്കുന്ന തീക്ഷ്ണശരങ്ങളെ അപരൻ ഖണ്ഡിച്ചിടുക എന്ന പ്രക്രിയ കുറേ നേരം തുടർന്ന് നടക്കുന്നതിനിടയിൽ ഇരുവർക്കും മുറിവുകൾ ഏൽക്കാതിരുന്നില്ല. ആ മുറിവുകളിൽ നിന്ന് ചെഞ്ചോരത്തുള്ളികൾ ഒഴുകിയിറങ്ങി ശരീരങ്ങളെ ബീഭത്സമാക്കുകയും ചെയ്തു. ഇത്ര ഭയങ്കരമായ ദ്വന്ദ്വയുദ്ധം അന്നേവരെ ലങ്കയിലോ പുറത്തോ നടന്നിട്ടുള്ളതായി അത് കണ്ടവർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഇരുപുറങ്ങളിലുമുള്ള വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഇടവിടാതെ നടന്നുകൊണ്ടിരുന്ന രണസങ്കുലത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുണ്ടായ ദ്വന്ദ്വയുദ്ധം. ഇരുപക്ഷങ്ങളിലുമുള്ളവർ പ്രതിയോഗികളുടെ നിശിതങ്ങളായ ആയുധങ്ങളേറ്റ് മരിച്ചു വീണുകൊണ്ടിരുന്നു. അതിനിടയിൽ വിഭീഷണൻ ചില വാനര നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഈ ഇന്ദ്രജിത്താണ് രാവണന്റെ ശക്തിയുടെ അസ്ഥിവാരം. ഇവനെ കൊന്നാൽ രാവണനെയും കൊന്നതായി കണക്കാക്കാം. ഈ ഇന്ദ്രജിത്തിനെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൊല്ലേണ്ടത് ആവശ്യമാണ്. ഹനുമാൻ മുതലായ വാനര പ്രമുഖന്മാർ വീരകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ സാരഥിയെയും രഭസനും ഗന്ധമാദനും ശരഭനും മറ്റും ചേർന്ന് രഥത്തിൽ പൂട്ടിയിരുന്ന അശ്വങ്ങളെയും കൊന്നുതള്ളി. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മറ്റൊരു രഥത്തിൽ കയറി വന്ന ഇന്ദ്രജിത്തിന്റെ ആയോധനാ പാടവം സ്വപക്ഷീയരെയും വിപക്ഷീയരെയും ഒന്നുപോലെ ആശ്ചര്യപ്പെടുത്തി. പൂർവാധികം വാശിയോടെ പുനരാരംഭിച്ച ദ്വന്ദ്വയുദ്ധം വളരെ നേരം തുല്യനിലയിൽ നടന്നുകൊണ്ടിരിക്കെ ലക്ഷ്മണൻ ധ്യാനിച്ചിട്ട് വില്ലിൽ തൊടുത്തയച്ച ദിവ്യശക്തിയുള്ള ഐന്ദ്രാസ്ത്രം രാവണപുത്രന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി നിലത്തിട്ടു. രാക്ഷസന്മാർ ഹാഹാകാരവും വാനരന്മാർ ജയാരവും മുഴക്കുന്നതിനിടയിൽ ആകാശദേശത്തു നിന്ന് ദ്വന്ദ്വയുദ്ധം കണ്ടിരുന്ന ദേവന്മാർ ആനന്ദതുന്തിലരായി വിജയിയായ ശ്രീരാമ സഹോദരന്റെ ശിരസിൽ പൂമഴ തൂകി. ശ്രീരാമൻ വിജയശ്രീലാളിതനായി മടങ്ങിയെത്തിയ അനുജനെ ഗാഠഗാഠം ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ലക്ഷ്മണ, ഏറ്റവും ദുഷ്കരമായ കൃത്യമാണ് നീ ചെയ്തിരിക്കുന്നത്. നീ രാവണന്റെ വലതുകൈ ഛേദിച്ചതിനൊപ്പമാണ് ഇന്ദ്രജിത്തിനെ കൊന്നത്. ഭാഗ്യദേവത എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു.
ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് അത്ഭുതകരമായ ചികിത്സാ വൈഭവമുള്ള സുഷേണൻ ഒരു ദിവ്യ ഔഷധത്തെ നസ്യമായി നൽകിയപ്പോൾ ലക്ഷ്മണന് പറ്റിയിരുന്ന മുറിവുകൾ തൽക്ഷണം ഉണങ്ങുകയായി. പുത്രനിധന വാർത്തയറിഞ്ഞ രാവണൻ മോഹാലസ്യപ്പെട്ട് വീണ് കുറേ നേരം കിടന്നതിന് ശേഷം ബോധം വീണ്ടെടുത്ത് ഭ്രാന്തനെ പോലെ വിലപിച്ചു. പൊന്നുമകനെ, സകല ശത്രുക്കളെയും വിറപ്പിച്ച നീ വെറുമൊരു മനുഷ്യന്റെ കൈകൊണ്ട് മരിച്ചുവല്ലോ. നീ എന്നോട് ഒന്നിച്ചുള്ളത് കൊണ്ട് പേടിച്ചുറങ്ങാതിരുന്ന ദേവന്മാരും ദിക്പാലകന്മാരും മറ്റും ഇന്നു മുതൽ സുഖമായി ഉറങ്ങും. നീ പോയതുകൊണ്ട് ത്രിലോകങ്ങളും എനിക്ക് ശൂന്യങ്ങളായിരിക്കുന്നു. ഇളമുറസ്ഥാനം, ഞാൻ, അമ്മ, പത്നി, ലങ്ക എല്ലാം ഉപേക്ഷിച്ച് നീ എവിടെ പോയി? ഞാൻ മരിച്ചാൽ ശേഷക്രിയ ചെയ്യേണ്ടവനായിരുന്നുവല്ലോ നീ. എൻ്റെ ജീവനിൽ ജീവനായ നീ രാമനെയും ലക്ഷ്മണനെയും കൊല്ലാതെ എന്തിനു വിട്ടുപോയി? ഇപ്രകാരം ദീനദീനം വിലപിച്ചുകൊണ്ടിരുന്ന രാവണൻ നേരം കഴിഞ്ഞതോടുകൂടി ദുഃഖപ്രകടനം അവസാനിപ്പിച്ച് ക്രോധവശകനായി സിംഹാസനത്തിൽ നിന്ന് ചാടി എണീറ്റ് ഇതിനെല്ലാറ്റിനും കാരണക്കാരിയെ വധിച്ച് അല്പമാത്രമെങ്കിലുമായ ആത്മസംതൃപ്തി നേടുക തന്നെയെന്ന് നിശ്ചയിച്ച് കരാള ഖഡ്ഗവുമേന്തി അനുചരന്മാരോട് പറഞ്ഞു: എൻ്റെ ഓമന മകൻ ഇന്ദ്രജിത്ത് മായാസീതയെ വധിക്കുകയുണ്ടായല്ലോ. ഞാനിപ്പോൾ യഥാർത്ഥ സീതയെ വധിക്കുവാൻ പോകുകയാണ്. തുടർന്ന് രാക്ഷസ രാജാവ് ദൃഢചിത്തതയോടെയും അതിവേഗത്തിലും നടന്ന് അശോകവനത്തിലെത്തി സീതയുടെ മുമ്പിൽ നിലകൊണ്ടു. സ്വാമിയുടെ പുറപ്പാട് എന്തിനെന്ന് മനസ്സിലാക്കിയ സുപാർശൻ എന്ന മഹാനുഭാവനായ മന്ത്രി മറ്റു മന്ത്രിമാർ എതിരു നിന്നിട്ടും വകവയ്ക്കാതെ ഇടയ്ക്ക് കയറി രാവണനോട് പറഞ്ഞു: തമ്പുരാനെ, അവിടുന്ന് കോപത്തിന് അടിമപ്പെട്ട് ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. വേദജ്ഞനും ഭക്തരുമായ അങ്ങ് നിസ്സഹായായ ഒരു സ്ത്രീയെ കൊല്ലുകയോ? അവിടുത്തെ കോപം വേണ്ടത് ഈ സ്ത്രീ സീതയോടല്ല, അവളുടെ ഭർത്താവായ രാമനോടാണ്. ജയമേകുന്ന അമാവാസിയാണ് നാളെ. അവിടുന്ന് നാളെ തന്നെ രാമനോട് യുദ്ധം ചെയ്യണം. ജയം നിശ്ചയമാണ്. മുമ്പൊരിക്കൽ എന്ന പോലെ ഇപ്പോഴും രാവണൻ താൻ നിശ്ചയിച്ചുറച്ചിരുന്ന സീതാനിധനത്തിൽ നിന്ന് പിൻവാങ്ങി അശോകവനത്തിൽ നിന്ന് അരമനയിലേക്ക് പോയി. എന്നിട്ട് ശേഷിച്ച സേനാവിഭാഗ നായകന്മാരെയും ഒന്നിച്ചുകൂട്ടാൻ കഴിയുന്നത്ര ഭടന്മാരെയും സമരരംഗത്തിലേക്ക് അയച്ചു. ഒന്ന് പ്രത്യേകമായിരുന്നു. അപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ശ്രീരാമൻ പ്രദർശിപ്പിച്ച ആയോധനാ ചാതുര്യവും പരാക്രമവും. ശരപ്രയോഗമാകുന്ന അഗ്നി കൊണ്ട് രാക്ഷസ സൈന്യത്തെ ചുട്ടരിക്കുന്ന ശ്രീരാമനെ ഒരിടത്ത് കാണാൻ തന്നെ പ്രയാസമാകും വിധത്തിലായിരുന്നു ആ വില്ലാളി വീരൻ സഞ്ചരിച്ചുകൊണ്ട് നടത്തിയ ശത്രു സംഹാരം. അതിവേഗത്തിൽ ചുറ്റിക്കറങ്ങി അങ്ങുമിങ്ങും ഓടി നടക്കുന്ന വലിയൊരു തീക്കൊള്ളി വിതറുന്ന പ്രഭാവലയത്തിനൊപ്പമായിരുന്നു ശ്രീരാമന്റെ യുദ്ധഭൂമിയിലൂടെയുള്ള സഞ്ചാരം. അതിന്റെ ഫലമായി കൊല്ലപ്പെട്ട രാക്ഷസന്മാരുടെ സംഖ്യ മുമ്പുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നതിനാൽ ലങ്കയിലെ നിരവധി ഭവനങ്ങളിൽ ഉച്ചത്തിലുള്ള വിലാപസ്വരങ്ങൾ ഉയർന്നു. അതിനിടയിൽ തങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ, അതുമല്ലെങ്കിൽ പുത്രന്മാർ എന്നിവരുടെ ജീവനാശത്തിന് കാരണക്കാരാണെന്ന് കരുതപ്പെട്ടിരുന്നവരെ രാക്ഷസ സ്ത്രീകൾ പഴിച്ചും തുടങ്ങി. രാവണ സഹോദരിയായ ശൂർപ്പണഖ ശ്രീരാമനെ കാമിച്ചതുകൊണ്ട് വരുത്തിവെച്ച ഈ മഹാവിപത്തിന് അവളെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടതല്ലേ? രാവണ രാജാവ് നിരപരാധിയും ചാരിത്രവതിയുമായ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് തങ്ങളുടെ ഇപ്പോഴത്തെ മഹാദുരിതത്തിന് പ്രധാന കാരണവുമാണ്. ഇളയ രാജാവായ വിഭീഷണന്റെ ഉപദേശം രാവണ രാജാവ് കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ലങ്കയിൽ ഇത്ര വലിയ ആൾനാശവും മറ്റു നഷ്ടങ്ങളും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇങ്ങനെ പലതും പറഞ്ഞിട്ട് രാക്ഷസികൾ ഭർത്താക്കന്മാരെ ചൊല്ലി, സഹോദരന്മാരെ ചൊല്ലി, പുത്രന്മാരെ ചൊല്ലി മാറത്തടിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു. ആ വിലാപസ്വരങ്ങൾ കേട്ട് ചഞ്ചല ഹൃദയനായി തീർന്ന രാവണൻ മഹാവീരന്മാരും വിശ്വസ്ത സേനാനികളുമായ വിരൂപാക്ഷൻ, മഹോദരൻ, മഹാപാർശ്വൻ എന്നിവരെ വരുത്തി തന്റെ നിശ്ചയം അവരെ അറിയിച്ചു. ഇന്നിനി ഞാൻ തന്നെ നിങ്ങളോടൊന്നിച്ച് പടക്കളത്തിലേക്ക് പോയി രാമനെയും ലക്ഷ്മണനെയും വാനരമുഖ്യന്മാരെയും കാലപുരിയേക്ക് അയക്കുന്നുണ്ട്. ബന്ധുക്കളുടെ മരണത്തിലുള്ള ദുഃഖം കൊണ്ട് വലയുന്ന രാക്ഷസ സ്ത്രീകളുടെ കണ്ണുനീരിനെ ഞാൻ ഇന്ന് ശത്രുവധത്താൽ തുടച്ചു മാറ്റും. നിങ്ങൾ 3 പേരും കൂടി ശേഷിക്കുന്ന രാക്ഷസ സൈന്യത്തെ സജ്ജമാക്കി നിർത്തുവൻ. ഭിന്ദിപാലം, പട്ടസം, മുസലം, ശതഘ്നി, ഖഡ്ഗം, ഗദ, ശൂലം മുതലായ കരാളായുധങ്ങൾ ധരിച്ച അസംഖ്യം രാക്ഷസന്മാരെ വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും അണിനിരത്തി. ആ മഹാസൈന്യത്തെ നയിച്ചുകൊണ്ട് രഥാരൂഢനായ രാവണൻ ആയുധങ്ങളെല്ലാം എടുത്തുവെച്ച് ഉത്തരഗോപുരത്തിലൂടെ രണാങ്കണത്തിൽ പ്രവേശിച്ചു. തുടരെ കാണപ്പെടുന്ന ദുശ്ശകുനങ്ങളെ കൂട്ടാക്കാതെ രാവണൻ സ്വസൈന്യത്തിന്റെ മുമ്പിലായി ശത്രുവ്യൂഹങ്ങളുടെ നടുവിൽ കയറി മുമ്പിലും ഇരുവശങ്ങളിലും നിൽക്കുന്ന വാനരന്മാരെ കൊന്നുവീഴ്ത്തി. ആ സമയത്ത് വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും അവർക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന സൈന്യവിന്യാസ ക്രമങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് വാനരന്മാരിൽ പലരെയും വധിക്കുകയും ശേഷിച്ചവരെ 4 വഴിക്കും പായിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുകയായിരുന്നു. സമരം ഈ നിലയ്ക്ക് തുടർന്നു പോയാൽ തകരാറാകുമെന്ന് കണ്ട സുഗ്രീവൻ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന് നിശ്ചയിച്ച് വിരൂപാക്ഷനെ നേരിട്ടു. അപ്പോൾ ഇരുവരും തമ്മിലുണ്ടായ ഭീകരമായ ദ്വന്ദ്വയുദ്ധം വളരെ നേരം നീണ്ടുനിന്നതിനു ശേഷം സുഗ്രീവന്റെ അതിശക്തമായ മുഷ്ടിപ്രഹരമേറ്റ് വിരൂപാക്ഷൻ രക്തം വമിച്ച് നിലത്ത് വീണ് മൃതനായി. വിരൂപാക്ഷവധത്തിൽ ഉത്തേജിതരായ വാനരന്മാരുടെ ജയഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ മഹോദരൻ സ്നേഹിതന്റെ വധത്തിന് പ്രതികാരം അനുഷ്ഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി
സുഗ്രീവനോട് ദ്വന്ദ്വയുദ്ധത്തിൽ ഇടഞ്ഞു. വാളും പരിചയം ധരിച്ച് പൊരുതാൻ തുടങ്ങിയ എതിരാളിയെ നേരിടുന്നതിനായി സുഗ്രീവൻ മരിച്ചു കിടക്കുന്ന ഒരു രാക്ഷസഭടനിൽ നിന്നും അവ രണ്ടും കൈക്കലാക്കി ഇടവും വലവും വെട്ടിയും ചുറ്റിക്കറങ്ങിയും കുതിച്ചു ചാടിയും ഒഴിഞ്ഞു മാറിയും ഇരുവരും പ്രദർശിപ്പിച്ച ആയോധന മുറകൾ കണ്ടുനിന്നവരെ ആശ്ചര്യപ്പെടുത്തി. ഒടുവിൽ അവർ കണ്ടത് സുഗ്രീവന്റെ വെട്ടേറ്റ് മഹോദരന്റെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെട്ട് നിലത്ത് കിടന്നുരുളുന്നതായിരുന്നു. അധികം താമസിയാതെ സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയുടെ പുത്രൻ അംഗദന്റെ സമരവീര്യവും അഭ്യാസമുറകളും അവയുടെ പൂർണ്ണരൂപത്തിൽ തെളിഞ്ഞുയർന്നത് മഹാപാർശ്വനുമായി ഉണ്ടായ ദ്വന്ദ്വയുദ്ധത്തിലായിരുന്നു. വാനരന്മാരെ കൊന്നു തള്ളിക്കൊണ്ട് ഓടി നടക്കുന്ന മഹാപാർശ്വനെ അംഗദൻ ഭയലേശമെന്നെ ചെന്ന് തടഞ്ഞു എന്ന് മാത്രമല്ല, ആ നിശാചര വീരനെ സ്വയം രക്ഷ നേടുന്നതിനുള്ള പ്രയത്നം നടത്താൻ നിർബന്ധിതനുമാക്കി. ഒടുവിൽ യുവവാനരന്റെ മുഷ്ടിപ്രഹരത്തിന് പ്രതിവിധി കാണാനാവാത്ത മഹാപാർശ്വൻ ജീവൻ വെടിഞ്ഞ് നിലം പതിക്കുകയാണ് ഉണ്ടായത്. ചലത്രയത്തിന്റെ നിര്യാണത്തിൽ ദുഃഖപരവശനും കോപാക്രാന്തനുമായി തീർന്ന രാവണൻ മുമ്പിലുള്ള വാനര സൈന്യങ്ങളെ ഒടുക്കിക്കൊണ്ട് പരമശത്രുവായ ശ്രീരാമന്റെ മുമ്പിലെത്തി. ഓരോരുത്തരും പ്രയോഗിക്കുന്ന തീക്ഷ്ണശരങ്ങളെ മറ്റേയാൾ വായുവിൽ വെച്ച് തന്നെ പ്രത്യസ്ത്രങ്ങൾ ചെയ്ത് നുറുക്കി പ്രയോജനരഹിതങ്ങളാകുന്നത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇരുവർക്കും മാരകമല്ലെങ്കിലും തീരെ തുച്ഛമല്ലാത്ത ചുരുക്കം ചില പരുക്കുകൾ ഏൽക്കാതിരുന്നില്ല. ജ്യേഷ്ഠന് പറ്റിയ മുറിവുകൾ കണ്ട് ക്രോധാന്തനായി തീർന്ന ലക്ഷ്മണൻ രാവണനെ എതിർക്കുന്നതിനായി ഓടി വന്നപ്പോഴേക്കും സഹായത്തിനെത്തിയ വിഭീഷണൻ ശത്രുവായി തീർന്ന ജ്യേഷ്ഠ സഹോദരന്റെ രഥത്തിൽ പൂട്ടിയിരുന്ന അശ്വങ്ങളെ ഗദ കൊണ്ട് തച്ചു കൊന്നു. എന്നാൽ ഇനി കുലദ്രോഹിയായി കരുതുന്ന അനുജനെ വധിക്കുക തന്നെ എന്ന് നിശ്ചയിച്ച് രാവണൻ ഭീകരമായ ഒരു വേലെടുത്തെറിയാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ വിഭീഷണന്റെ സഹായത്തിനെത്തി. വിഭീഷണനായി ഉദ്ദേശിക്കപ്പെട്ട വേൽ രാവണൻ ലക്ഷ്മണനിൽ പ്രയോഗിക്കുകയും ആ മഹായുദ്ധം രാമാനുജനെ ബോധരഹിതനാക്കി നിലം പതിപ്പിക്കുകയും ചെയ്തു. പ്രിയ സഹോദരൻ പരിക്കുപറ്റി വീണപ്പോൾ ദുഃഖാർത്തനായിത്തീർന്ന ശ്രീരാമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാനരവൈദ്യനോട് പറഞ്ഞു, സുഷേണ, ഇനി എനിക്ക് യുദ്ധം എന്തിന്, ജീവിതം എന്തിന്? എന്തിനു വേണ്ടി സർവസ്വവും ഉപേക്ഷിച്ചിട്ടാണ് ലക്ഷ്മണൻ എന്നോടുകൂടി കാട് കയറിയത്? എൻ്റെ പൊന്നനുജൻ എൻ്റെ മുമ്പിൽ മരിക്കുന്നത് കാണാൻ എനിക്ക് ഇടയായല്ലോ. എന്തൊരു മഹാപാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? വൈദ്യൻ സാന്ത്വനപ്പെടുത്തി. പ്രഭു, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ലക്ഷ്മണകുമാരന് സാരമായി മുറിവേറ്റ് കിടക്കുന്നതേയുള്ളൂ, മരിച്ചിട്ടില്ല. ഹനുമാൻ മുമ്പ് ഹിമാലയത്തിൽ നിന്ന് 4 ഔഷധങ്ങൾ കൊണ്ടുവന്നല്ലോ. അദ്ദേഹം ഒന്നുകൂടി അവിടേക്ക് ചെന്ന് അവയുമായി മടങ്ങി വരട്ടെ, അപ്പോൾ എല്ലാം ശരിയാകും. അത്രയും കേൾക്കാത്ത താമസം ഹനുമാൻ മുമ്പൊരിക്കൽ ചെയ്ത അത്ഭുതകൃത്യം ആവർത്തിക്കുകയും അതിന്റെ ഫലമായി ലക്ഷ്മണൻ ആലസ്യം തീർന്ന് പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റ് യുദ്ധസന്നദ്ധനാവുകയും ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം ലക്ഷ്മണനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീരാമൻ രാവണവധം നിർവഹിച്ച് യുദ്ധം സമാപിപ്പിക്കുക തന്നെ വേണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആയുധധാരിയായി നിലകൊണ്ടു. തുല്യമായ വീറോടും വാശിയോടും കൂടി രാവണൻ പാഞ്ഞെടുത്തപ്പോൾ പൂർവാധികം ഘോരമായ ദ്വന്ദ്വയുദ്ധം നടക്കുകയായി. രാവണൻ രഥാരൂഢനായി പൊരുതുമ്പോൾ ശ്രീരാമൻ നിലത്തുനിന്ന് യുദ്ധം ചെയ്യുന്നത് കണ്ട് തകരാറ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയ ദേവേന്ദ്രൻ തനിക്ക് പ്രത്യേകമായുള്ള ദിവ്യരഥം സാരഥിയായ മാതലി വശം എത്തിച്ചുകൊടുത്തു. ദിവ്യങ്ങളായ ചാപബാണങ്ങളും കവചവും വേലും കൂടി വെച്ചിരുന്ന ഇന്ദ്രരഥത്തിൽ ശ്രീരാമൻ ആരോഹണം ചെയ്തതിൽ പിന്നെ ദ്വന്ദ്വയുദ്ധം രോമാഞ്ചജനകമായി തീർന്നു. ഗന്ധർവാസ്ത്രം, ദൈവാസ്ത്രം, ആസുരാസ്ത്രം, ഗരുഡാസ്ത്രം മുതലായ അലൗകിക ശക്തിയുള്ള ആയുധങ്ങൾ പ്രയുക്തങ്ങളായെങ്കിലും അവയെല്ലാം നിഷ്പ്രയോജനങ്ങളാക്കുന്ന ആയുധങ്ങളും ഉണ്ടായിരുന്നതിനാൽ ജയാപജയങ്ങളില്ലാത്ത ദ്വന്ദ്വയുദ്ധം തുടർന്നുപോയി. അപ്പോഴേക്കും രാവണൻ അന്തകന് പോലും തടുക്കാൻ കഴിയാത്ത ഒരു തൃശൂലമെടുത്ത് ഇതിന് ശ്രീരാമന് പ്രത്യസ്ത്രമുണ്ടാവുകയില്ല എന്ന് കരുതി ഊക്കോടെ എറിഞ്ഞു. എന്നാൽ ഇന്ദ്രരഥത്തിൽ വെച്ചിരുന്ന ശൂലം കൈക്കലാക്കി ശ്രീരാമൻ ഉന്നം വെച്ച് പ്രയോഗിച്ചപ്പോൾ ആ ദിവ്യായുധം രാവണൻ എറിഞ്ഞ തൃശൂലത്തെ അനേകം ഖണ്ഡങ്ങളാക്കി നിലത്ത് വീഴ്ത്തുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ശ്രീരാമൻ രാവണനോട് വിളിച്ചു പറഞ്ഞു, നീച, ഞാനില്ലാത്ത തക്കം നോക്കി നീ എൻ്റെ ധർമ്മപത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി. എന്നിട്ട് വീരനാണെന്ന് നീ വീമ്പിളക്കുന്നു അല്ലേ? ഭാഗ്യം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. രാമബാണങ്ങളുടെ ശക്തി നീ ഇപ്പോൾ മനസ്സിലാക്കും. അത്രയും പറഞ്ഞ് വീണ്ടും ശ്രീരാമൻ ചൊരിഞ്ഞ ശരവർഷത്തിന്റെ ആധിക്യവും ശക്തിയും കാരണം രാവണൻ ആകെ പരവശനായി എന്ന് മാത്രമല്ല, ശരീരവും മനസ്സും തളർന്ന് ആയുധം എടുത്തുയർത്താൻ പോലും കഴിവില്ലാതെയുമായി. സ്വാമിയുടെ അവശസ്ഥിതി മനസ്സിലാക്കിയ വിശ്വസ്ത സാരഥി രഥം തിരിച്ചോടിച്ച് അല്പം വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞ് തളർച്ച തീരുകയും സ്വബോധം തിരിച്ചു വരികയും ചെയ്ത രാവണൻ താൻ ഇപ്പോൾ യുദ്ധരംഗത്തിലല്ല എന്നത് കണ്ട് സാരഥിയോട് കയർത്തു. എടോ, നീ എന്തിന് എൻ്റെ സമ്മതമില്ലാതെ രഥം മാറ്റി നിർത്തി? എനിക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസം ഇതോടെ ഇല്ലാതായിരിക്കുന്നു. നീ ശത്രുവിൻ്റെ വശം ചേർന്നിരിക്കുകയാണ് അല്ലേ?
സാരഥി കൂപ്പുകൈയോടെ പറഞ്ഞു, സ്വാമി, അവിടത്തോടുള്ള ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. കുതിരകൾ ഓടി തളർന്നെന്ന് മാത്രമല്ല, അവിടത്തേക്ക് ബോധക്ഷയവും ഉണ്ടായി. വിശ്രമത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ രഥം ഇവിടേക്ക് കൊണ്ടുവന്നത്. കാര്യം മനസ്സിലാക്കിയ രാവണൻ വിശ്വസ്തനായ സാരഥിക്ക് തൻ്റെ അമൂല്യമായ ഹസ്താഭരണം ഊരിയെടുത്ത് സമ്മാനിച്ചിട്ട് രഥം ശ്രീരാമൻ്റെ മുമ്പിലെത്തിക്കുവാൻ കൽപ്പിച്ചു. ആ കൽപ്പന സാരഥി നടപ്പാക്കിയപ്പോൾ അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ട് ശത്രുനാശകവും വിജയദായകവും വിദിവ്യവുമായ ആദിത്യ മന്ത്രം ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തിട്ട് അത് ജപിച്ചുകൊണ്ട് യുദ്ധം പുനരാരംഭിക്കുവാൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം അനുസരിച്ചതോടുകൂടി തൻ്റെ ആത്മശക്തിയും സമരവീര്യവും 10 മടങ്ങ് വർദ്ധിച്ചതായി അനുഭവപ്പെട്ട ശ്രീരാമൻ വീണ്ടും രാവണനെ ലക്ഷ്യമാക്കി ശരമാരി വർഷിച്ചു തുടങ്ങി. ഇത് അവസാന യുദ്ധമായിരിക്കും എന്ന് ബോധമുണ്ടായ പ്രതിദ്വന്ദികൾ രണ്ടുപേരും ശത്രുവധ ചിന്തയോടുകൂടി മുമ്പത്തേക്കാൾ പല മടങ്ങ് വീര്യത്തോടുകൂടി പോരാടി. ആകാശ സദൃശമായിട്ടുള്ളത് ആകാശം മാത്രം, സമുദ്ര സദൃശമായിട്ടുള്ളത് സമുദ്രം മാത്രം, രാമരാവണ യുദ്ധ സദൃശമായിട്ടുള്ളത് രാമരാവണ യുദ്ധം മാത്രം എന്ന് മുകളിൽ നിന്ന് കാണുന്ന ഗന്ധർവാദികൾ തമ്മിൽ പറഞ്ഞു. ഒടുവിൽ ശ്രീരാമൻ വില്ലിൽ തൊടുത്ത് ആ കർണാന്തം വലിച്ചുവിട്ട അതിതീഷ്ണമായ ഒരു ദിവ്യാസ്ത്രം രാവണന്റെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി നിലം പതിപ്പിച്ചു. എന്നാൽ വീണ ശിരസിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് മുളച്ചു വന്നിരിക്കുന്നു എന്ന് കണ്ട് പ്രേക്ഷകരും ശ്രീരാമൻ തന്നെയും അത്ഭുത സ്തബ്ധരും വിഷണ്ണരുമായി. ശ്രീരാമൻ ഇനിയൊരു രാവണ ശിരസിനെ മുറിച്ചിടുക, തൽസ്ഥാനത്ത് വേറൊരു ശിരസ് ഉണ്ടായി വരിക. ആ പ്രക്രിയ ഒന്നൊന്നായി 101 തവണ ആവർത്തിക്കപ്പെട്ടിട്ടും അതാ ദശശിരസുകളുമായി യാതൊരു കോട്ടവും തട്ടാതെ നിൽക്കുകയാണ് രാവണൻ. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഇങ്ങനെയൊരു ആശ്ചര്യ സംഭവത്തിൽ ചകിതനായി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ശ്രീരാമനോട് ഇന്ദ്രസാരഥിയായ മാതലി മറ്റാരും കേൾക്കാതെ പറഞ്ഞു, പ്രഭു, ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ രാവണനെ വധിക്കുവാൻ സാധിക്കൂ. അങ്ങ് കാലം കളയാതെ ആ ദിവ്യാസ്ത്രം പ്രയോഗിക്കണം. തീർച്ചയായും അതുകൊണ്ട് ഫലമുണ്ടാകും. മാതലിയുടെ വാക്കുകൾ ശ്രീരാമന്റെ മനോമണ്ഡലത്തിൽ പൂർവ്വസ്മൃതികളെല്ലാം ഉണർത്തിയപ്പോൾ പിന്നെ നടക്കേണ്ടിയിരുന്നതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുകയായി. ശ്രീരാമൻ വിധിപ്രകാരം മന്ത്രജപം കഴിച്ച് കോദണ്ഡ ചാപത്തിന്റെ ഞാണിൽ ബ്രഹ്മാസ്ത്രം തൊടുത്ത് ആ കർണാന്തം വലിച്ച് രാവണന്റെ വിശാല വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി വിട്ടു. ആ ദിവ്യാസ്ത്രം രാവണന്റെ നെഞ്ചു ഭേദിച്ച് ജീവൻ കവർന്നെടുത്ത് ശ്രീരാമന്റെ തുണീരത്തിൽ സ്വയം മടങ്ങിയെത്തി. ത്രിലോക കണ്ടകനെങ്കിലും പ്രതാപശാലികളിൽ മുമ്പനായ രാവണന്റെ ജഡം ചോരയിൽ കുളിച്ച് ഭൂമിയിൽ പതിച്ച് അനങ്ങാതെ കിടപ്പായി. വാനര സമൂഹങ്ങളുടെ ആർപ്പുവിളികൾ, സ്ഥിതരായ ദേവന്മാരുടെ ദുന്ദുഭിനാദങ്ങൾ, രാക്ഷസഗണങ്ങളുടെ ആർത്തസ്വരങ്ങൾ എന്നിവയല്ലാതെ മറ്റൊന്നും വളരെ നേരത്തേക്ക് രണഭൂമിയിൽ കേൾക്കപ്പെട്ടില്ല. ദേവലോകവും മറ്റു ലോകങ്ങളും ആഹ്ലാദഭരിതമാവുകയും ആകാശവും ഭൂമിയും തെളിഞ്ഞു വിളങ്ങുകയും ആദിത്യദേവൻ നല്ലപോലെ പ്രകാശിക്കുകയും മാരുതൻ ഭയരഹിതനായി വീശുകയും ചെയ്തു. അതേസമയം ലങ്കയിൽ ജീവനോടെ ശേഷിച്ച പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അന്തപുരത്തിൽ കഴിഞ്ഞിരുന്ന രാജസ്ത്രീകളും രാജാവിൻ്റെ ഔദാര്യം അനുഭവിച്ചിരുന്ന ഭൃത്യജനങ്ങളും നാഥനില്ലാതായിത്തീർന്ന പടയാളികളും ദുഃഖസാഗരത്തിൽ നിമഗ്നരായി. തോഴികളോടും പരിചാരകന്മാരോടും മറ്റു കൂടി പടക്കളത്തിലേക്ക് ഓടിച്ചെന്ന് ഭർത്തൃശരീരത്തെ കെട്ടിപ്പിടിക്കുകയും നിലത്തെ പൊടിയിൽ കിടന്നുകൊണ്ട് തലമുടി വലിച്ചു പറിച്ച് ദീനദീനം വിലപിക്കുകയും ചെയ്യുന്ന രാവണപത്നി മണ്ഡോദരിയുടെ ദുഃഖപ്രകടനം ഏതു കഠിനഹൃദയത്തെയും അലിയിക്കുവാൻ പോരുന്നതായിരുന്നു. നേരം കുറെ കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമൻ വിഭീഷണന് ഒരു നിർദ്ദേശം നൽകി. സ്നേഹിത, അങ്ങനെ ഈ സ്ത്രീകളെ പടക്കളത്തിൽ നിന്ന് ലങ്കയിലേക്ക് മാറ്റണം. അതിനുശേഷം അങ്ങയുടെ ജ്യേഷ്ഠനായ രാവണന്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അഗ്രജനെ നേർവഴിക്ക് നയിക്കാൻ നടത്തിയ എല്ലാ തീവ്ര പരിശ്രമങ്ങളും വിഫലമായപ്പോൾ ശത്രുപക്ഷ നായകനായ ശ്രീരാമനെ ശരണം പ്രാപിച്ച വിഭീഷണന് ആ നിർദ്ദേശം അത്ര സ്വീകാര്യമായില്ല. പ്രഭോ, മഹാദുഷ്ടനും പരസ്ത്രീഗമനം മുതലായ പാപങ്ങൾ ചെയ്തവനുമായ ജ്യേഷ്ഠന്റെ സംസ്കാരക്രിയകൾ ഞാൻ ചെയ്യുകയില്ല. ജ്യേഷ്ഠന്റെ രൂപം ധരിച്ച ആത്മശത്രുവായിരുന്നു പരേതൻ. ഞാനൊരു അധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞ് ചിലർ എന്നെ പഴിക്കുമായിരിക്കും. എങ്കിലും സാരമില്ല. പക്ഷേ ശ്രീരാമൻ ധർമാധിഷ്ഠിതമായ ഉപദേശം നൽകി വിഭീഷണന്. അത് പിന്നീട് നോക്കാം.